അങ്ങനെ ഞങ്ങൾ നാട്ടിലെ പരിപാടി ഒരുമാതിരി ഒതുക്കിയിട്ട് ബാംഗ്ലൂർക്ക് തിരിച്ചു പോകാൻ 9 മണിക്കൂറിന്റെ ജേർണി അല്ലേ. ഒന്ന് പള്ളിക്കെല്ലാം കയറിച്ച് ഫ്രഷ് ആയിട്ട് തുറങ്ങുമെന്ന് വിചാരിച്ചിട്ട് കാലത്തൊരു കട്ടനെടുത്ത പള്ളിന്റെ അവിടെ വണ്ടി കാലെടുത്തിട്ട് നിലത്തേക്ക് വെച്ചതേ ഉള്ളു. ഗമ്മന്നൊരു മണടിച്ച് നോക്കുമ്പോ ബോർഡും ഉണ്ട് തട്ടുകടാന്ന്. തിരിഞ്ഞു നോക്കുമ്പോ മാമാക്കനെ കാണുന്നില്ല. ഇയാളോടൊക്കെ ഇന്ന് നോക്കുമ്പോ ഉള്ളിലിരുന്നിട്ട് തിരിച്ചോണുണ്ട്. ഇല്ലെങ്കിൽ മാമാക്ക അങ്ങനെ തട്ടുകടാന്ന് കണ്ടെങ്കിൽ കേറാതെ പോളില്ല. അതെനക്കും അറിയും. ഇങ്ങനെ ഈ മണം പറ്റി എന്ത് ഉപ്പാപ്പ നിങ്ങൾ കത്തിച്ചിന് എന്നിട്ട് പീഡന്റെ ഉപ്പാപ്പന്റെ കേട്ടിട്ടാകുമ്പോ അയാള് ചൊല്ലി, അത് ബെറവിന്റെ മണമല്ല മോനെ, നല്ല ദം ബിരിയാണി ബന്ധമുണ്ടുണ്ടോ. ഈ സൈഡിൽ ഒരു ചറചറാന്ന് മുറിച്ചുണ്ട് ബിരിയാണിക്കുള്ള സാലഡ് റെഡിയാക്കാൻ. ബിരിയാണി ഭേദോളം നമുക്ക് കാക്കാൻ കയല എന്നിട്ട് ഞമ്മ 2 ചായ ഓർഡർ ആക്കിയിട്ട് കുടിച്ചിട്ട് ഞമ്മ കഴിഞ്ഞു. പണ്ടടെ അങ്ങനെ ഈ മീനിന്റെ ഹോർന്ന് ദൂരത്തിന് കേട്ടങ്ങ് മതി. ഞാനും പുറലുള്ള പൂച്ചയും അപ്പളെ പാഞ്ഞോണ്ട് വരും. എന്തും എടുക്കലില്ലെങ്ങും മീൻ എങ്ങനെ നോക്കിയിട്ട് നിൽക്കണം. എന്തോ ഒരു പുൽസ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വിട്ട്. ഇനി ഞങ്ങളെ എപ്പോഴത്തെ സ്റ്റോപ്പ് ഘാട്ടിന്റെ താത്ത ഉള്ള തോട്. ഇത് നേരായിട്ട് ഞങ്ങൾ എല്ലാം കണ്ടിട്ട് എക്സ്പ്ലോർ ആക്കേണ്ട ജാഗ ഉണ്ടാവാം. ചുറ്റും ഫുള്ള് കാട്, നല്ല സംപ്പുള്ള ജാഗ, വലിയ വലിയ മരം. ടോട്ടലി അവിടെയൊക്കെ പോയെങ്കിൽ അവിടെ തന്നെ നിൽക്കാൻ നല്ലതാണ്. എത്ര ടൈം സ്പെൻഡ് ആക്കിയെങ്കിൽ അറിയുന്നേ ഇല്ല. അതിൻ്റെ താത്തൊക്കെ പോയെങ്കിൽ ഒരു വലിയ മരമുണ്ട്. ആ മരത്തിൻ്റെ മുറട്ടൊരു വലിയ ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിലേക്ക് അപ്പുറത്തേക്ക് നോക്കിയെങ്കിൽ നല്ല ഒരു സംപ്പിൻ്റെ തണ്ണി വരുന്ന ഒരു തോടുണ്ട്. ആഹാ, എന്തോ ഒരു പുൽസ്. നല്ല നീറ്റും ക്ലീനും ഉള്ള തോട്, ഫുള്ളി ട്രാൻസ്പെറൻറ്റ്. നീറ്റം നോക്കിയെങ്കിൽ നല്ല ക്ലിയർലി അടി കാണുന്നു. അത്രയും നല്ല ക്ലിയറുള്ള തണ്ണി. ഇവിടുത്തെ ചെറിയ കല്ലി പോലും തണ്ണി പോയിട്ട് നല്ലോണം തേഞ്ഞിട്ട് ചന്തത്തിൻ്റെ ഒരു ഷേപ്പിലൊക്കെ എത്തി. അങ്ങനെ ഞങ്ങൾ ആ തണുപ്പിൻ്റെ തണ്ണിൽ കൈയും കാണും കതിയിട്ട് അവിടെ നേരെ വിട്ട് ഞങ്ങളെ എപ്പോഴത്തെ സ്പോട്ടിൽ ഹോട്ടൽ ന്യൂ സ്റ്റാർ. നല്ല ബോയിൽഡ് റൈസും മീനിന്റെ തവയും കിട്ടുന്ന സ്പോട്ട്. എന്താ ഞമ്മളെ ദൗർഭാഗ്യം, എത്തുമ്പോൾ ലേട്ടായതുകൊണ്ട് അവിടെ ബോയിൽഡ് റൈസ് കാലായിട്ടായി. കേട്ടാരല്ലേ, വൈറ്റ് റൈസ് ഒക്കെ 10 മിനിറ്റ് റെഡിയാക്കിയിട്ട് കൊണ്ടുവരാന്നില്ല. വേണ്ടാന്ന് വെച്ചില്ലെങ്കിൽ ഞമ്മ പട്ടിണിയാവും. ഇനിയുള്ള ഹോട്ടൽ കുറേ ദൂരം കിട്ടിയത് മതിയായിട്ട് ഞമ്മ തിന്നു. ഘാട്ടിൽ ഫുള്ള് റോഡിന്റെ പണിയാക്കി പോകുന്നുണ്ട്. അങ്ങനെ ഞമ്മ ഉസ്താദ് ജാബിർ സുലൈമിന്റെ സൂഫി പാട്ടും ഇട്ടിട്ട് കലാനെ അടിക്കൊണ്ട് പോയി. ഇനും മുണ്ടിക്കൊണ്ട് പോയി നിൽക്കും ബോറടിക്കും. വീഡിയോയും കുറേ ലെന്ത് കൂടി. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം സ്കിപ്പാക്കിയിട്ട് ഞങ്ങൾ മോന്തിയാകുമ്പോൾ എത്തി. എങ്ങനെ ലേട്ടായല്ലേ നാസ്താക്കിയിട്ടേ പോയി എന്നിട്ട് എംപയർ കയറിച്ച് ലൈറ്റായിട്ടൊരു നാസ്താക്കിയിട്ട് ഞങ്ങൾ പിരിഞ്ഞ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.